അമ്മയുടെ സ്വഭാവത്തിൽ എപ്പോഴാണ് ജെസ്സിക്കൊരു മാറ്റം ഫീൽ ചെയ്യാൻ തുടങ്ങിയത്? അന്ന് കോഫി ഷോപ്പിൽ സിദ്ധാർത്ഥനെ കാണാൻ വന്നപ്പോൾ അല്ലല്ല അന്ന് ഉച്ചയ്ക്ക് ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ ആദ്യം പെട്ടെന്ന് ഡിസ്റ്റർബ് ആയത്. എന്തായിരുന്നു ടി വി കണ്ടുകൊണ്ടിരുന്നത്? അമ്മയാ വീട് വാശി പിടിക്കല്ലേ അമ്മയാ. കോൾഡ്രോഫോബിയ. എന്താ ഫാദർ? ക്ലൗൺ ഫേസിനോടുള്ള ഭയം. എക്സോർസിസം ചെയ്യണം. സൂസൻ, എനിക്ക് നിന്നെ മനസ്സിലായി സൂസൻ. നിനക്ക് വേറെ വഴിയില്ല. എന്നോട് നീ സംസാരിക്കാൻ തയ്യാറാവണം. നീ എന്തിനാണ് ഇവിടെ തന്നെ തുടരുന്നത്? ഈ ലോകത്തിലെ നിന്റെ കാലാവധി കഴിഞ്ഞതല്ലേ. നീ കുട്ടിയുടെ ദേഹത്തു നിന്ന് പോകണം. ഈ വീട്ടിൽ നിനക്കിപ്പോഴും അവകാശമുണ്ട്, പക്ഷേ ഈ കുട്ടിയുടെ ശരീരത്തിലില്ല. നീ പുറത്തേക്ക് ഇറങ്ങാം, നമുക്ക് സംസാരിക്കാം. സൂസൻ, നിനക്ക് താങ്ങാൻ കഴിയില്ല. നീ എന്നോട് പൂർണ്ണമായി സംസാരിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഞാനിത് നിർത്തൂ. സൂസൻ, എന്തിനാണ് നീ ഇവിടെ? എന്താണ് നിന്റെ ആവശ്യം? ഈ എക്സോസിസവും മന്ത്രവാദവും അതും ഈ കാലത്ത്. സിധു അതെന്റെ ചേച്ചിയാണ്. ചേച്ചി? സിധു, ഇത് ഫാദർ കാർമൻ ബെനഡിക്ട്. ഹലോ. എന്താണ് ഫാദർ നിങ്ങളുടെ ഉദ്ദേശം? ഈ കാണിച്ചു കൂട്ടുന്നതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? സ്പിരിറ്റോ ആത്മാവും. ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഇനി നിങ്ങൾ കാരണം എന്തെങ്കിലും അതിന് സംഭവിച്ചാൽ ഉത്തരം പറയേണ്ട ജെസിയ. സയന്റിഫിക് ടെമ്പറൊക്കെ ഉള്ള ആളല്ലേ?
ആ നിലയ്ക്ക് ഇപ്പം നടന്ന സംഭവത്തെപ്പറ്റി സിദ്ധാർത്ഥൻ്റെ അഭിപ്രായം എന്താ? ഒരു 6ാം ക്ലാസ്സുകാരിയുടെ ബലമാണോ അമ്മയ്ക്കുള്ളത്? സൂസൻ മരിച്ചതിന് ശേഷമാണോ സിദ്ധാർത്ഥ് ജെസ്സിയായിട്ട് പരിചയപ്പെടുന്നത്? അല്ല, വി വേ സ്കൂൾ മേറ്റ്സ്. സുസൻ മാം അവിടെ പഠിപ്പിച്ചിരുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറായിരുന്നു. വാസ് വിത്ത് ഹർ സ്റ്റുഡൻസ്? അങ്ങേയറ്റം ഹോസ്റ്റേ. നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നോർമലി സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ അല്ലാതെ എന്തെങ്കിലും? അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് സ്കൂളായിരുന്നു ഞങ്ങളുടേത്. സ്കൂൾ ഹെഡ് കോച്ചായിരുന്ന സുദർശൻ സാറുമായി മാമിന് എന്തൊക്കെയോ ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ ബെസ്റ്റ് അത്ലറ്റ്സായിട്ട് സാറ് വളർത്തിക്കൊണ്ടുവന്ന ആനന്ദും ദീപ്തിയൊക്കെ ഉള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിനോടും മാം ഒരു ദേഷ്യമൊക്കെ കാണിച്ചിരുന്നു. എന്തിന് ജെസ്സി വന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് തന്നെ മാമിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഫൈനൽ ഇയറിൽ ഒരു മീറ്റിന് മുമ്പ് ടൈറ്റ് ചെയ്ത് പിടിക്കും. ഓക്കെ. അങ്ങോട്ട് മതി, ബാത്റൂമിലോട്ട്. സാറേ പ്രശ്നമാവും. കൊള്ളാം, നല്ല കോച്ചിങ്. ടീച്ചർക്ക് എന്താ ബോയ്സിന്റെ ടോയ്ലറ്റിൽ കാര്യം? അപ്പൊ ഇവർക്കെന്താ കാര്യം? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അപ്പൊ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടാണ് താൻ താരങ്ങളെ ഉണ്ടാക്കുന്നത്. അതിനാരുപയോഗിച്ചു? ഉപയോഗിക്കാൻ തുടങ്ങിയല്ലോ. ഞാനത് റിപ്പോർട്ട് ചെയ്യും. ചെയ്യും. എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇവരുടെ ശരീരത്തിൽ നിന്ന് സ്റ്റിറോയിഡിന്റെ ഒരു അംശം പോലും കിട്ടില്ല. മാം വെറുതെ ഷോറൊക്കെ പോകും. മാം പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കാൻ പോണില്ല. അതെനിക്കറിയാലോ. ആവശ്യത്തിനുള്ളതൊക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. മാം മാം പ്ലീസ് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നീ പോടാ. മാം മാം പ്ലീസ് മാം പ്ലീസ് മാം റിപ്പോർട്ട് ചെയ്യരുത് പ്ലീസ് മാം. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നീട് എനിക്കും മാഡത്തിനും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ചോദ്യം അതല്ല. ആ ഇഷ്യൂ എങ്ങനെ പിന്നെ ഡീൽ ചെയ്തു? മാഡം അത് കംപ്ലൈൻറ്റ് ചെയ്തു. ടീച്ചർ പ്ലീസ്, സ്കൂളിൻ്റെ ക്രെഡിബിലിറ്റി ഏത് മൂലം നഷ്ടപ്പെടുന്നത്? മറ്റു സ്കൂളുകളും മീഡിയയും ഒക്കെ നമ്മളെ തകർക്കാൻ ഈ അവസരം ശരിക്കും വിനിയോഗിക്കും. സർ, കുട്ടികളുടെ ഭാവി നശിപ്പിച്ചിട്ട് എന്ത് ക്രെഡിബിലിറ്റി, എന്ത് അച്ചീവ്മെന്റ്? സർ, ഇതിനെതിരെ ആക്ഷൻ എടുക്കണം. ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം. പറ്റില്ല. സ്ട്രിക്റ്റ് ആക്ഷൻ വേണം. ഇയാളെയും ഇവരെയും സ്കൂളിൽ നിന്ന് പുറത്താക്കണം. പറ്റില്ല ടീച്ചർ, അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സ്റ്റിറോയിഡ് ഉപയോഗിച്ചു എന്നല്ലല്ലോ, ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതല്ലേ ടീച്ചറുടെ കയ്യിലുള്ള തെളിവ്. ശരി, ഈ തെളിവ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിക്കാം. ടീച്ചർ എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? അതിനുശേഷമാണല്ലോ മാഡത്തിന് ആക്സിഡൻറ്റ് ഉണ്ടായത്. പിന്നെ ഇഷ്യൂ അതോടെ തീർന്നു. ആ ആക്സിഡൻറ്റിനെ കുറിച്ച് സിദ്ധാർത്ഥന് എന്തെങ്കിലും അറിയോ? ഇല്ല. സിദ്ധാർത്ഥൻ്റെ ഈ ഫ്രണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടായാലൊന്ന് കാണാൻ പറ്റും? ഫാദർ, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിച്ചാൽ പോരെ? ശരി. സിദ്ധു പോയോ? സൂസൻ്റെ പ്രസൻസുള്ള ഈ അറ്റ്മോസ്ഫിയർ സിദ്ധാർത്ഥന് അത്ര ഇഷ്ടമല്ലെന്തോ. ജെസ്സിക്ക് സിദ്ധാർത്ഥന് എത്ര കാലമായിട്ട് അറിയാം? സ്കൂൾ ടൈം തൊട്ടേ. എന്തേ? സ്റ്റേറ്റ് ഓഫ് ക്യൂരിയോസിറ്റി. എന്നിട്ട് ആ പഴയ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല. ഫേസ്ബുക്കിൽ കുറച്ച് പേരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും അതും പോയി. ആരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഗ്രൂപ്പിൽ? ആനന്ദ്, മനു, ജുവൽ. മനുവായിട്ടായിരുന്നു പിന്നെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി.